മൗലിക ഭാവങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന മഹാകവി എടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിത. ജനിച്ചു വീഴുന്ന പിഞ്ചോമനയുടെ ഇളം കരച്ചിൽ കേട്ട് കാതോർത്ത് കിടക്കുന്ന പെറ്റമ്മ തന്റെ കുഞ്ഞിനെ ഇനി ഒരിക്കലും കരയാതിരിക്കാൻ സ്വന്തം ചെറുകൾക്കുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് താലോലിക്കാൻ ഒരു വിത്തായി അതെന്നും നിലകൊള്ളുന്നു. പൂതപ്പാട്ട്. ഉണ്ണി, ദേ ഭൂതം വരും. ഉണ്ട കണ്ണും കൂർത്ത നഖങ്ങളും ചോര കുടിക്കുന്ന ചുണ്ടുകളുമായി ഭൂതം വരും. കുന്നിന്റെ അങ്ങേ ചരിവിലെ പാറച്ചട്ടിനടിയിൽ പൊടിത്തുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു ഭൂതം. പകലൊക്കെ പാർക്കുന്നു ഭൂതം. പകലൊക്കെ പാർക്കുന്നു. അതോ, അതൊരു കഥയാണ്. എനിക്ക് ഉണ്ണിക്ക് അമ്മയൊക്കെ പറഞ്ഞത് കേട്ടോ. പാവകൊടുക്കുന്നു പാലുകൊടുക്കുന്നു പാവകൊടുക്കുന്നു പാവകൊടുക്കുന്നു. എഴുത്താണി പോലെ സൂക്ഷിക്കണേ. എന്റെ കുട്ടി തിരിച്ചു വരുന്നവരെ ഈ അമ്മ ഇവിടെ തന്നെ കാത്തിരിക്കും. കുള്ളികയറി പൈക്കറും മേയുന്ന പൂവുകൾ പച്ചപ്പടപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കെട്ടിലെ ചുപീടത്തിലെ കിവാറിലപ്പോൾ തുറന്നു ബോധം. ഭൂതത്തിനുള്ളിലൊരുക്കി തോന്നി ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു. ഭൂതമോരോ വനത്തിടവായി ഭൂതമരത്തിന്റെ ചുറ്റിലും. ഉണ്ണി, നമുക്ക് കളിക്കാം. ഉണ്ണി, ആ എഴുത്താണെന്ന് കളഞ്ഞേക്കും. എനിക്ക് പള്ളിക്കുടത്തിൽ പോണം. പൊയ്ക്കോ. അതിനു മുമ്പ് ഒരിത്തിരി നേരം നമുക്ക് പൂമാല കെട്ടി കളിക്കാം. അതങ്ങ് കളഞ്ഞേക്കും. ശ്രീമഞ്ഞി മഞ്ഞക്കടി പൊങ്ങി എഴുതുവോയടാവു വന്നീവിടെ പോയി ആക്കിക്കര
പേടിക്കാതങ്ങനെ നാളമാ കാറ്റുചൂടലിയാകും നാളമാ കാട്ടുതീയായും ചൂടം കണ്ണീരാലൊക്കെ കെടുത്താളമാ കരിയായും കരിയായും കരികിന്റെ കുഞ്ഞിനെ എന്നാളമാ ഇല്ല, ഈ പൊന്നാരക്കുട്ടനെ എനിക്ക് വേണം. ഈ പൊന്നും മണികളും എല്ലാം ഞാൻ കിഴിവെട്ടി നിനക്ക് തരാം. പക്ഷേ ഈ പൊന്നുണ്ണിയെ എനിക്ക് വേണം. ഇല്ല, അതിലൊക്കെ വലുതാ എനിക്കെന്റെ പൊന്നോമല. നിനക്ക് ഞാനിത് കൗൺസിലിനെ പിഴുതെടുത്ത് തരാം. എനിക്കെന്റെ പൊന്നോമയെ തിരിച്ചു താ. തിരിച്ചു താ എന്റെ പൊന്നമ്മേ. ചെയലോട് വന്നിച്ചൂതം മറ്റൊരു നിർമ്മിച്ചൂതം കാൺപോടെടുക്കുന്നു ഉണ്ണി, പൊന്നുണ്ണി. ഇല്ല, ഇതെന്റെ ഉണ്ണിയല്ല. ഇതല്ല എന്റെ ഉണ്ണി. പെറ്റ വയറിന്റെ വയസ്സിന്റെ പൊട്ട മുതലേ നിന്നെ ഞാൻ ശപിക്കുന്നു. എന്നെ ശപിക്കരുത്. നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. നിന്റെ കണ്ണുകളും തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്. എന്നെ ശപിക്കരുത്. എന്നെ ശപിക്കരുത്. എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോൾ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും നിനക്ക് മംഗളേകാനും. അങ്ങനെ എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ ഭൂതം വരും. പക്ഷേ ഉണ്ണിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ പാവം ഭൂതം മറന്നുപോയി. നമ്മേലിയാമേ പറഞ്ഞതുമില്ല. ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ? അതുകൊണ്ടാ ഭൂതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. എന്റെ ഉണ്ണിക്ക് മനസ്സിലായോ? പാവം ഭൂതം അല്ലേ അമ്മ?